ഹായ്, ഇന്ന് നമുക്ക് നവരാത്രി സ്പെഷ്യലായിട്ട് ഒരു റെസിപ്പി നോക്കാം. റവ കേസരി. ഇത് നമുക്ക് പ്രസാദമായിട്ട് ഉണ്ടാക്കാം. അല്ലാതെ തന്നെ നമുക്ക് മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോഴും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇത് നമുക്ക് വീട്ടിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ മതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. Please subscribe this channel and press on the bell icon for the latest updates. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: പഞ്ചസാര 3/4 കപ്പ്, വെള്ളം 2/4 കപ്പ്, ഓറഞ്ച് കളർ 1-2 തുള്ളി, നെയ്യ് 6 ടേബിൾ സ്പൂൺ, കശുവണ്ടി 3 ടേബിൾ സ്പൂൺ, ഉണക്കമുന്തിരിക്ക 1 ടേബിൾ സ്പൂൺ, റവ 1 കപ്പ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പഞ്ചസാര പാനിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കപ്പ് പഞ്ചസാര പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളത്തിൻ്റെയൊക്കെ അളവ് കറക്റ്റായിട്ടിരിക്കണം, എങ്കിലേ നല്ല കേസരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരണം. ഈ പഞ്ചസാര പാനി നല്ല തിളയ്ക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ റവയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റൗവിൽ റവ വറുത്തെടുക്കുമ്പോഴേക്ക് ഈ പാനി വേറൊരു സ്റ്റൗവിൽ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല പോലെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഞാനിത് വേറൊരു സ്റ്റൗവിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇത് തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ 6 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിനി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരെ വറുത്തെടുക്കാം. ഇപ്പം നിറമാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി കിസ്മിസ് വറുത്തെടുക്കാം. ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി തീ ഒന്ന് സിമ്മിലോട്ടാക്കുക. ഈ ചൂടായി കിടക്കുന്ന നെയ്യിലോട്ട് ഞാൻ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. തീ സിമ്മിൽ തന്നെ ആയിരിക്കണം. നമ്മൾ റവ നല്ലപോലെ വറുത്തെടുത്തില്ലെങ്കിൽ ആ റവയുടെ ഒരു പച്ച ടേസ്റ്റ് കേസരിക്കാണ്. റവ നല്ല മൂത്ത് വരുമ്പോൾ നല്ല മണവും വരും. പിന്നെ പാൻ്റെ സൈഡിലൊക്കെ നെയ്യ് കാണാനും പറ്റും. ഇപ്പം നമ്മൾ കൂടുതൽ നെയ്യ് ഒഴിക്കാത്തതുകൊണ്ട് അത് വിട്ട് വരുന്നത് കാണാൻ പറ്റില്ല. പാൻ്റെ സൈഡിൽ നെയ്യുടെ തുള്ളികൾ പോലെ കാണാൻ പറ്റും. സിമ്മിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അപ്പുറത്തെ സ്റ്റൗവിൽ പഞ്ചസാര പാനി തിളയ്ക്കാനും കൂടെ വച്ചിട്ടുണ്ട്. ഇപ്പോൾ റവ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ആ തിളയ്ക്കുന്ന പഞ്ചസാര പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തീ സിമ്മിൽ തന്നെ ഇട്ടേക്കുക. ഇനി ഇതിലോട്ട് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓറഞ്ച് കളറാണ് ചേർത്തത്. നിങ്ങൾക്ക് കേസരി പൗഡറോ യെല്ലോ കളറോ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര കളർ വേണം അത്രയും കളർ ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഈ പാല് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ പാല് ചേർക്കുമ്പോൾ കേസരിയുടെ ടേസ്റ്റും കൂടും. കേസരി നല്ല സോഫ്റ്റും ആയിട്ട് വരും. പാലില്ലെങ്കിൽ ഈ അളവിൽ കുറച്ച് വെള്ളം കൂടി ചേർത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതൊന്ന് കുറുകി പാനിൽ നിന്ന് വിട്ട് വരണം. ഇപ്പോൾ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. കേസരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോവും. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.
പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.